അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂൾ. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായിട്ടുള്ളൊരു ചരിത്രവുമായിട്ടാണ് ഇസ്ലാമിൻ്റെ നീതി വിളിച്ചോതുന്ന ഒരു സംഭവബഹുലമായ ചരിത്രവുമായിട്ട് ഇസ്ലാമിൻ്റെ 4ാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പടത്തൊപ്പി നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം യുദ്ധമെല്ലാം കഴിഞ്ഞു. അവസാന യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ജൂതൻ്റെ കയ്യിൽ തൻ്റെ പടത്തൊപ്പി കണ്ടപ്പോൾ അദ്ദേഹം അത് ആ ജൂതനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സമയം ജൂതൻ അത് നിഷേധിക്കുകയും അത് അദ്ദേഹത്തിൻ്റെതല്ലെന്ന് ജൂതൻ പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രശ്നം ഇസ്ലാമിൻ്റെ അന്നത്തെ കോടതിയിലേക്ക് അത് എത്തിച്ചേരുകയും അവിടെ കോടതിയിൽ 2 പേരും ഹാജരായി. ഒരു ഭാഗത്ത് ജൂതനും മറു ഭാഗത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഖലീഫയായിട്ടുള്ള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹാജരാവുകയാണ്. ഇസ്ലാമിൻ്റെ മുമ്പിൽ ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ അവിടെ കണ്ടു അല്ലേ. അവിടെ കോടതിയിൽ ഹാജരായിട്ടുള്ളത് ഒന്ന് അമീറാണ്, മറ്റൊന്ന് ഒരു ജൂതനാണ്. അങ്ങനെ അവരുടെ വാദങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വാദിച്ചു അതെൻ്റെ പടത്തൊപ്പിയാണെന്ന്. തിരിച്ച് ജൂതനും വളരെ വിട്ടുകൊടുക്കാത്ത രീതിയിൽ ജൂതനും വാദിച്ചു അത് എൻ്റെ പടത്തൊപ്പിയാണെന്ന്. അവസാനം കോടതിയുടെ വിധി പറഞ്ഞു. അവിടുന്ന് കോടതി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ്റെതാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ തെളിവുകൾ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അമീറുൽ മുഅ്മിനീൻ 2 പേരെ ഹാജരാക്കുകയാണ്. ഒന്നാമതായി 2 സാക്ഷികളിൽ ഒന്ന് സ്വന്തം മകനെയും മറ്റൊന്ന് സ്വന്തം അടിമയുമാണ് അദ്ദേഹം അവിടുന്ന് ഹാജരാക്കിയത്. ഇത് കണ്ടപ്പോൾ കോടതി അവിടുന്ന് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ ഈ 2 സാക്ഷികളെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം സ്വന്തക്കാരെ സാക്ഷിയായിട്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം സാക്ഷികളെ ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോൾ പടയങ്കിയുടെ ഉടമസ്ഥാവകാശം അത് ജൂതന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം കോടതിയിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് നിന്നത് ജൂതനായിരുന്നു. കാരണം ആ ഒരു കോടതിയിൽ നിന്നും തിരിഞ്ഞു പോകുന്നത് ആ രാഷ്ട്രത്തിൻ്റെ അമീറാണ്. ആ അമീറിൻ്റെ കീഴിൽ വരുന്ന കോടതിയിൽ നിന്നും അദ്ദേഹം ആ ഒരു കേസ് തനിക്ക് വിജയിപ്പിക്കാൻ കഴിയാതെ തിരിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ജൂതന് പോലും ആ ഒരു നീതി പീഠത്തിന് മുമ്പിൽ, ഇസ്ലാമിൻ്റെ നീതിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജൂതൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോവുകയും ആ പടത്തൊപ്പി തിരികെ നൽകുകയും അദ്ദേഹം ഇസ്ലാമിൻ്റെ നീതിയുടെ നിറം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നീതി പുലർച്ചയുടെ കണ്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മളുടെ ഗുണപാഠമുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും വലിയവനോ ചെറിയവനോ പാമരനോ പണ്ഡിതനോ രാജാവോ അടിമയോ തമ്മിൽ വ്യത്യാസമില്ല. അവിടെ നീതിക്ക് മാത്രമാണ് വിലയുള്ളത് എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നീതിമാന്മാരായിരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നീതിയിൽ പ്രവർത്തിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.